TP കേസിലെ പ്രതികൾക്ക് അതിഭീകരമായിട്ടാണ് പിന്നെ പരോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില കണക്കൂട്ടലുകളെല്ലാം നടത്തിയതാണ്. ഇപ്പം ലിയോയ്ക്ക് ഓർമ്മയുണ്ടാവും, TP ചന്ദ്രശേഖരൻ വധക്കേസിനെ കുറിച്ചിട്ട് പാർട്ടി ഒരു അന്വേഷണം നടത്തി. പാർട്ടി അന്വേഷണം നടത്തിയിട്ട് പാർട്ടി കണ്ടുപിടിച്ചത് KC രാമചന്ദ്രൻ എന്ന് പറയുന്ന ഈ TP കേസിൽ പിന്നീട് കുറ്റവാളിയായ അയാളാണ് ഈ TP വധത്തിന് കാരണക്കാരൻ. അല്ല, പിന്നീട് കുറ്റവാളിയായിട്ട് ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. അയാളാണ് TP കേസിൽ പിന്നെ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടാൻ കാരണം അവർ തമ്മിലുള്ള എന്തോ വ്യക്തിവൈരാഗ്യമായിരുന്നു എന്ന് പറയുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ KC രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ് 2014 15 മറ്റോ. മനസ്സിലായില്ലേ? അയാളാണ് കുറ്റക്കാരൻ കണ്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ആ KC രാമചന്ദ്രനാണ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ 1039 ദിവസത്തെ പരോൾ കൊടുത്തിരിക്കുന്നു. 1039 ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 3-3.5 വർഷം പരോൾ കൊടുത്തിരിക്കുന്നു. ആർക്കാണ് പരോൾ കൊടുത്തത്? TP ചന്ദ്രശേഖരൻ വധക്കേസിൽ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ കാരണക്കാരനാണെന്ന് കണ്ട് CPM-ൽ നിന്ന് പുറത്താക്കിയ ആൾക്ക്. അപ്പോൾ ഈ പുറത്താക്കലൊക്കെ എന്തുമാത്രം ഈ പറഞ്ഞ പോലെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. അതിനകത്തൊരു 5-6 കുറ്റവാളികൾക്ക് ഏതാണ്ട് 800 മുതൽ 1000-ലധികം ദിവസം വരെ പരോൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഈ പരോൾ കൊടുത്തവർക്ക് അതിൽ ഏതാണ്ട് ഒരു പകുതിയിൽ കൂടുതൽ ദിവസവും ടൈം ടു സ്റ്റേ വിത്ത് ദ ഫാമിലി എന്നും പറഞ്ഞിട്ടാണ് പരോൾ കൊടുത്തിരിക്കുന്നത്. അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം കഴിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരോൾ കൊടുക്കുന്നത്. ഈ പരോളൊക്കെ ഇങ്ങനെ ഇവർക്ക് കൊടുക്കുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ വരുന്നത്, എനിക്കൊക്കെ വളരെ അടുത്ത അറിയാമായിരുന്ന, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന TP ചന്ദ്രശേഖരനെ കുറിച്ചിട്ടാണ് ഞങ്ങൾക്ക് ചിന്തകൾ മനസ്സിൽ.